3 മൊബൈലും ഒരു ചാർജറും എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്താ അങ്ങനെയെന്ന്. 3 മൊബൈലിലും 3 ചാർജറൊക്കെ ഉള്ളതായിരുന്നു. അതിൽ 2 ചാർജറും കുട്ടികൾ കളിച്ച് കേടുവരുത്തി ഒന്നിനും കൊള്ളാത്ത രൂപത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. ആകെ കൂടി ഉള്ളത് ഈ ഒരൊറ്റ ചാർജറാണ്. ഇത് വെച്ച് വേണം ഈ 3 മൊബൈലിലും ചാർജ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, പിന്നെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ മൊബൈൽ തീരെ ചാർജ് ഇല്ലായിരുന്നു. ചാർജർ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ചാർജറിൽ ഒരു മൊബൈലും കണക്ട് ചെയ്തിട്ടില്ല, ഫ്രീ ആയി കിടക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമായി. എൻ്റെ മൊബൈലിൽ ചാർജർ കണക്ട് ചെയ്തു, സ്വിച്ച് ഇട്ടു. എൻ്റെ മൊബൈലിൽ ചാർജ് കയറുന്നുണ്ടോ ഇല്ലേ എന്ന് ഞാൻ ഉറപ്പുവരുത്തിയതിന് ശേഷം വീടിൻ്റെ അകത്ത് പോയിട്ട് ഞാൻ കുളിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം പുറത്ത് വന്നിട്ട് ഞാനൊന്ന് മൊബൈൽ ചെക്ക് ചെയ്തപ്പോൾ ഞാനാകെ ഞെട്ടിപ്പോയി. അതായത് എൻ്റെ മൊബൈൽ ചാർജറിൽ കണക്ട് ചെയ്ത ആ ഒരു സ്ഥലത്ത് മറ്റൊരു മൊബൈൽ ചാർജിങ്ങിന് ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഒന്ന് ചെയ്യാനും വയ്യ, ചെയ്യാതിരിക്കാനും വയ്യ. ആ ഒരു സാഹചര്യത്തിലാണ് ഞാനുള്ളത്. ഞാൻ ഒരുപാട് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ട്രിക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കൊരു QR കോഡ് കാണാം. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെയും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, ഉപയോഗിക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കാണിക്കുക. നിങ്ങൾ നിങ്ങളുടെ ചാർജർ ഇവിടെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ കാണിക്കും. ഇപ്പോൾ ചാർജ് ആകുന്നുണ്ടാകും. ഇവിടെ സ്റ്റേ പുട്ട് എന്ന ഈ ഒരു എഴുത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി നിങ്ങൾ ചാർജർ റിമൂവ് ചെയ്യുമ്പോൾ അലാറം അടിക്കും. നമുക്കൊന്ന് ചാർജർ റിമൂവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ റിമൂവ് ചെയ്യാണ്. ഉടനെ തന്നെ അലാറം അടിക്കുന്നുണ്ട്. ഇവിടെ അലർട്ട് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ. ഇനി അലാറം സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ചാർജർ വീണ്ടും കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുമ്പോൾ ഉടനെ അത് സ്റ്റോപ്പായി ചാർജ് ആകുന്നുമുണ്ട്. ഇനി മറ്റൊരു രൂപത്തിലും ഈ ഒരു അലർട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ അലർട്ട് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇവിടെ എവിടെയും ടച്ച് ചെയ്താലൊന്നും ഇവിടെ അലർട്ട് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ കണ്ടോ, ഡിസാം എന്ന് എഴുതിയ ആ ഒരു എഴുത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂസർ പിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ്, ഫിംഗർ പ്രിന്റ് ഏതാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് സ്റ്റോപ്പ് ആവുകയുള്ളൂ. അങ്ങനെ 2 രൂപത്തിലാണ് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ചില ഗുണങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. ആരെങ്കിലും ഇതുപോലെ ചാർജർ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് സൈറൻ അടിച്ച് അറിയിച്ചുതരികയും ചെയ്യും. ഇത് ഊരിയ ആൾ തീർച്ചയായിട്ടും കുടുങ്ങുകയും ചെയ്യും. കാരണം ഇതിലേക്ക് വീണ്ടും നമ്മൾ കണക്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു സൈറൻ സ്റ്റോപ്പ് ആവുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഒന്നുകിൽ ഇതിൻ്റെ ആ മൊബൈലിൻ്റെ പാസ്വേഡ് അറിഞ്ഞിരിക്കണം. ഈ 2-1 കാര്യങ്ങൾ അറിയാതെ ഈ ഒരു സൈറൻ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ ഈ ചാർജർ ഊരിയ ആൾക്ക് കഴിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടാതിരിക്കില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.